വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2, 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലേവിയെ വിളിക്കുന്നു. യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി. ജനക്കൂട്ടം അവന്റെ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിച്ചു. അവൻ കടന്നു പോയപ്പോൾ ഹെൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവന്റെയും ശിഷ്യരുടെയും കൂടെയിരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. യേശുവാകുന്ന വ്യക്തിയുടെ തനിമയാർന്ന പ്രവർത്തന ശൈലി. താൻ ഏറ്റെടുക്കുന്ന ജീവിത ദൗത്യത്തിന്റെ നിർവഹണത്തിന് എല്ലാവിധത്തിലും തന്നെ സഹായിക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടെ രൂപീകൃതമാകുന്ന ഒരു ചെറു സംഘത്തിന് രൂപം കൊടുക്കാൻ വേണ്ടി യേശു ശ്രമിക്കുന്ന കാലം. യേശു അപ്പോൾ ഗാലിലി കടൽ തീരത്ത് ആണ് നിൽക്കുന്നത്. യേശു കടൽ തീരത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാട്ടുകാരായ ഒരുപാട് ആളുകൾ അവിടേക്ക് ഓടിക്കൂടുന്നു. യേശുവിനെ കാണാൻ, കേൾക്കാൻ, അങ്ങനെ അനുഗ്രഹങ്ങൾ വാങ്ങാൻ, അങ്ങനെ പല ഉദ്ദേശത്തിലാണ് ആളുകൾ തിങ്ങിക്കൂടുന്നത്. യേശു അവരോട് പല കാര്യങ്ങളും അവരുടെ ഗ്രഹണശക്തിക്ക് അനുസൃതമായ രീതിയിൽ ലളിതമായി അവരെ പഠിപ്പിക്കുന്നു. അതിനുശേഷം സുവിശേഷകൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പോലെ യേശു പോയത് ലേവി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഓഫീസിലേക്കാണ്. അൽഫായുടെ പുത്രനായ ലേവിയെ യേശു മുന്നേ മനസ്സിൽ കണ്ടു കാണണം. അവിടെ ചെന്ന് ലേവിയായിട്ട് യേശു കുശലപ്രശ്നങ്ങൾ നടത്തുന്നു. ലേവിക്ക് യേശുവിനെ വളരെ ആദരവും മതിപ്പുമാണ്. ഈ ലേവിയാണ് ചുങ്കക്കാരൻ മത്തായി എന്ന രീതിയിൽ അറിയപ്പെടാനിട വന്നത്. മത്തായി എന്ന പേര് യേശു പിന്നീട് അയാൾക്ക് നൽകിയതായിരിക്കണം. ചുങ്കക്കാരൻ എന്ന് ആ സമൂഹത്തിലുള്ള ഫരീസയര് കളിപ്പേരെന്ന രീതിയിൽ അയാളെ വിളിക്കാൻ തുടങ്ങിയതായിരിക്കണം. അങ്ങനെയാണ് ചുങ്കക്കാരൻ മത്തായി എന്ന രീതിയിൽ അറിയപ്പെടാനിട വന്നത്. അയാളുടെ തൊഴില് ചുങ്കം പിരിക്കലാണ്. അത് റോമാ സാമ്രാജ്യത്തിന് വേണ്ടി നികുതി പിരിക്കുക, ചുങ്കം പിരിക്കുക എന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും വർജ്യവും അവഗണനയ്ക്ക് വിഷയവുമാണ്. അങ്ങനെയുള്ള മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് തന്നെ ബഹിഷ്കൃതരാക്കുക എന്നുള്ളതാണ് സാമാന്യ നടപ്പ്. പ്രാരംഭ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം യേശു ലേവിയോട് പറയുന്നു, എന്നെ അനുഗമിക്കുക. ലേവിയെ സംബന്ധിച്ച് അത് ഒരു വഴിത്തിരിവായിരുന്നു. ജീവിതത്തിന്റെ ആകമാനം ദിശാബോധം തെറ്റിക്കുന്ന ഒരു വിളിയായിരുന്നു അത്. സാമാന്യം കാശിന് സൗകര്യമുള്ള ഒരു ജോലി, ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ദരിദ്രനാരായണൻ എന്ന രീതിയിൽ ഉള്ള ഒരു മനുഷ്യന്റെ കൂടെ ഇറങ്ങിപ്പോവുക. സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു വിഡ്ഢിത്തരം. ലേവി ചിന്തിച്ചു, ബോധപൂർവം തന്നെ ചിന്തിച്ചു കാണും. ലേവി ഒരു തീരുമാനമെടുക്കുന്നു. യേശുവിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുന്നു, ഞാനിതാ വരുന്നു. ഈ ഉത്തരത്തിന് വിഘാതമായിട്ട് ലേവി ഒരിക്കലും പിന്നീട് പ്രവർത്തിച്ചതായിട്ട് കാണുന്നില്ല. താൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്നും അതിൽ ദുഃഖിതനായിട്ടും നമ്മൾ പിന്നീട് ലേവി ഒരിക്കലും ജീവിതത്തിൽ നാം കാണുന്നില്ല. അതാണ് ലേവി. ലേവി താൻ എടുത്ത ഈ തീരുമാനം ആഘോഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. കാശിനൊരു പഞ്ഞൂറുള്ള മനുഷ്യനല്ല ലേവി എന്ന്. വലിയൊരു സൽക്കാരം തന്നെ ലേവി ഒരുക്കുന്നു.
യേശുവിനെ കാണാനും യേശുവിനെ കേൾക്കാനും വേണ്ടി ഒരുപാട് പേര് ആ കടൽ തീരത്ത് വന്നിരിക്കുന്ന ആളുകളെയും കൂടെ സൽക്കാരത്തിന് ക്ഷണിച്ചു കാണും. അതാണ് ആ സുവിശേഷത്തിലെ പ്രതിപാദനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുവും ശിഷ്യന്മാരും പിന്നീട് ഈ കൂടെയുള്ള പുരുഷാരങ്ങളും എല്ലാം കൂടിയായപ്പോൾ വലിയൊരു ജനാവലിയായിരിക്കണം. അങ്ങനെ സൽക്കാരത്തിൽ യേശു സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൽക്കാര വിരുന്നിൽ സംബന്ധിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിലുള്ള മുന്തിയ ഒരു വർഗം, ഏറ്റവും ഉന്നത കുലരാണ് തങ്ങളെന്ന് അവര് തന്നെ വിശ്വസിക്കുന്ന ഫരീസേയ സമൂഹത്തിന് അത് രുചിച്ചില്ല. അവർ ഒരു വിമർശനം അവിടെ തൊടുത്തുവിടുകയാണ്. യഥാർത്ഥത്തിൽ ഇവൻ വലിയ യഹൂദ പാരമ്പര്യമുള്ള ആ വലിയ കുലത്തിൽ ജനിച്ചവനാണ്. അങ്ങനെ കുലത്തിൽ ജനിച്ച നിങ്ങളുടെ യേശു എന്ന് വിളിക്കുന്ന ഗുരു വെറും ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് ശുഭപോഷത്തരമല്ലേ? ഇതൊക്കെ മാന്യതയ്ക്ക് നിരക്കുന്നതാണോ എന്ന രീതിയിലായിരുന്നു ആ എതിർപ്പിൻ്റെതായിട്ടുള്ള സ്വരം സമൂഹത്തിൽ തൊടുത്തുവിട്ടത്. യേശു എങ്ങനെയോ ഈ എതിർപ്പ് മനസ്സിലാക്കി. യേശു തന്നെ നേരിട്ട് അതിന് ഉത്തരം പറയാൻ ഇടവരുന്നതായിട്ടാണ് സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. യേശു അതിന് ഉത്തരം എന്ന രീതിയിൽ പറയുന്നു, ശരിയാണ്, എന്റെ കൂടെ പാപികളായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരാണ്, എന്റെ കൂടെ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ചുങ്കക്കാരാണ്. അത് വളരെ ശരി. അങ്ങനെ പലതരം രോഗികളും അവശരുമായിട്ടുള്ള ആളുകൾ എന്റെ കൂടെയുണ്ട്. എന്നിട്ട് യേശു പറയുന്നു, ഇവരെ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. രോഗികളെ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യന്റെ സഹായം ആവശ്യം. ഞാൻ ഇവരെ സുഖപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുക. ഇവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി ഞാൻ വന്നിരിക്കുക. അതുകൊണ്ട് ഇവരുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇവരുടെ കൂടെ ജീവിക്കാനിട വരുന്നത്. ഞാൻ വലിയ ഉന്നത കുലരെ അന്വേഷിച്ചല്ല വന്നിരിക്കുന്നത്. നീതിനിഷ്ഠമായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ മാത്രം അന്വേഷിച്ചല്ല ഞാൻ വന്നിരിക്കുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ തെറ്റു ചെയ്യുന്ന പാപികളെയും അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന രീതിയിൽ ശക്തമായ പ്രതിരോധമാണ് യേശു ആ വിവാദത്തിന് എതിരായിട്ട് തൊടുത്തുവിടുന്നത്. യേശു ഇങ്ങനെ ഉത്തരം പറയാൻ യേശുവിനെ സ്വയമായിട്ട് പ്രേരണ ലഭിച്ചു കാണുക. താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യബോധം തീവ്രമായ രീതിയിൽ യേശുവിനെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാകാം. എ സെൻസ് ഓഫ് മിഷൻ. ഈ സെൻസ് ഓഫ് മിഷൻ നമുക്കും ഉണ്ടാകേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു സന്ദേശം ഇന്നത്തെ സുവിശേഷൻ നമുക്ക് നൽകുകയാണ്. അപ്പൊ പറയേണ്ട വിധത്തിൽ പറയേണ്ടവരോട് പറയാനുള്ള തുറവിയും ആത്മധൈര്യവും നമുക്ക് ലഭിക്കാനിടവരും. അല്ലെങ്കിൽ നാം ഭീരുക്കളെ പോലെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ചില എതിർപ്പുകളും വിവാദങ്ങളും കണ്ട് ഭയപ്പെടാനിടവരും. ശക്തമായ രീതിയിൽ നമ്മെ സംബന്ധിച്ചുള്ള ദൗത്യബോധം ഉള്ളവരാണ് നമ്മൾ എന്ന് വരികിൽ നാം ഇത്തരം വിവാദങ്ങളിൽപ്പെട്ട് വിഷമിക്കേണ്ടി വരില്ല. അതിനുള്ള മറുപടി ഉടനെ നമ്മിൽ നിന്ന് വരും. അത് നമ്മിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ആ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കും എന്ന് യേശു തന്നെ മറ്റൊരവസരത്തിൽ വെളിപ്പെടുത്തുന്നതായിട്ട് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും യേശുവിനുണ്ടായിരുന്ന ആ രീതിയിലുള്ള സെൻസ് ഓഫ് മിഷൻ നമ്മും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ചെറുപ്പം മുതലേ തന്നെ ശ്രദ്ധിക്കാൻ നമുക്ക്.